നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പറയും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. സച്ചിൻ, ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. വിചാരണയെല്ലാം പൂർത്തിയായി, വാദമെല്ലാം പൂർത്തിയായി. പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയുകയും ചെയ്തു. അക്കാര്യമൊക്കെ കോടതി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ശിക്ഷാവിധി എപ്പോൾ ഈ മാസം 20-ലേക്ക് മാറ്റിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? സ്വാതി, തീർച്ചയായും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ ഏക പ്രതിയായ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ആ കോടതിയിൽ തന്നെയായിരുന്നു തുടർന്ന് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള വാദങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന മിറ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ ചെന്താമരക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെന്താമര പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിറ്റിഗേഷൻ റിപ്പോർട്ടാണ് നിലവിൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അത് അംഗീകരിച്ചോ അല്ലെ അത് പരിഗണിച്ചോ കൊണ്ടുള്ള ഒരു ശിക്ഷാവിധി നടപ്പാക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചെന്താമര ആദ്യഘട്ടത്തിൽ എല്ലാം തന്നെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ സഹകരണവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ സമിതി ചെന്താമരയെ സമീപിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ചെന്താമര മാനസാന്തരപ്പെട്ട് കൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വാദപ്രതിവാദങ്ങളിൽ ഉണ്ടായി. പ്രധാനമായും ചെന്താമര പറഞ്ഞത് ജയിലിൽ കഴിയുമ്പോൾ ലഭിക്കുന്ന തുക താൻ സുധാകരൻ്റെ മകൾക്ക്, അതായത് ഇളയ മകൾക്ക് നൽകാമെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ തൻ്റെ ഭാര്യയും അതേപോലെ തന്നെ മകളും പിണങ്ങിപ്പോയതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു മാനസാന്തരപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടാതെ തന്നെ ഭാര്യയെയും മക്കളെയും ഓർത്ത് താൻ കരഞ്ഞു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കാരണം അന്വേഷണ റിപ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെയോ ഒന്നും ഭാഗമായുള്ള യാതൊരു കാര്യങ്ങളും ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ ഇല്ല എന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു. എന്നാൽ പ്രതിഭാഗം വക്കീൽ, അതായത് പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന നയമാണ് പ്രതിയുടെ കാര്യത്തിൽ വേണ്ടത് എന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കൂടാതെ തന്നെ പ്രതിക്ക് ശിക്ഷ ഇളവ് നൽകണമെന്ന കാര്യവും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച, അതായത് 20-ാം തീയതി പാലക്കാട് സെഷൻസ് കോടതി ചെന്താമരയുടെ വിധി പറയും. എന്തായാലും നാടിന് നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു 2025 ജനുവരി 27-ന് നെന്മാറ പോത്തുണ്ടിയിൽ നടന്നത്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് പട്ടാപ്പകൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇരട്ട കൊലപാതകം നെന്മാറ പോത്തുണ്ടിയിൽ വെച്ചുണ്ടാവുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു കേരളം അന്നുണ്ടായിരുന്നത്. കാരണം പട്ടാപ്പകലായിരുന്നു ഇരട്ട കൊലപാതകം നടന്നത്. കൂടാതെ തന്നെ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അനാഥമായിരിക്കുന്നത് 2 പെൺകുട്ടികളാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിച്ച കേസ് തന്നെയാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ്. ആ കേസിലെ വിധിയാണ് തിങ്കളാഴ്ച പറയാൻ വേണ്ടി പാലക്കാട് സെഷൻസ് കോടതി നടക്കുക. സ്വാതി. ശരി സച്ചിൻ, നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പറയും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക.